എന്തായാലും ഷോപ്പിന്റെ കാര്യമൊക്കെ പയ്യെ പയ്യെ അങ്ങ് തുടങ്ങ്. അമ്മയൊക്കെ വരും. ആ ഞങ്ങളുടെ അമ്മ വിളിക്കുന്നുണ്ട്. ഹലോ. ആ റോക്സ് നമുക്ക് അകത്തോട്ടിരിക്കാം. നിങ്ങളെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളൊക്കെ എന്ത് ഹാപ്പിയാണ്. ഇനി തൊട്ട് റോക്സും ഹാപ്പി ആയിരിക്കും. നോക്കോ, ഞാൻ എൻ്റെ അമ്മേനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ അമ്മേനെ പൊന്നുപോലെ നോക്കണം. അയ്യോ വിഷമിക്കുന്ന എന്തിനാ? അതൊക്കെ പോട്ടെ. ശരിക്കും പറഞ്ഞ റോക്സ് ഇങ്ങനത്തെ ഒരാളെ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇനിയിപ്പോ ഫ്രീ ആയിരിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞേ. ഉറപ്പായിട്ടും വരും. അറിയൊന്നും വേണ്ട. അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഈ ഫാമിലി ബോണ്ടിങ് കാണുമ്പോഴേ എനിക്കും നിങ്ങളുടെ ഒരാളായിട്ടിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഷിബു റോക്സ് വീട്ടിലൊരു അംഗം തന്നെയാ. അങ്ങനെ തന്നെ ഞങ്ങളും കണ്ടിട്ടില്ലേ. ഞങ്ങളുടെ മെമ്പർ തന്നെയാ കേട്ടോ. വാ ചായ കുടിക്കാം. വരാം. എടാ വന്ന് ഇങ്ങോട്ട് ബാ. ഷിബു ടീ. ചിപ്സ് കഴിക്കാം. അല്ല നിങ്ങൾക്കാർക്കും ചായ വേണ്ടേ? ആദ്യം ഷിബു കുടിക്കേ, ഞങ്ങള് പയ്യെ കുടിച്ചോളാം. ശിവചേട്ടൻ കഴിക്ക്. ഞാൻ കഴിക്കാം. ശിവചേട്ടന് കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിക്ക്. ബാക്കി കഴിക്കാൻ ഇവിടെ ആളുണ്ട്. ഷിബു ടീ എപ്പടി ഇരിക്ക്? കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോ ആര് ചോദിച്ചാലും അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഉള്ള കാര്യം ഉള്ള പോലെ പറ. അങ്ങനെയൊന്നുമല്ല. ഞാൻ ചോദിച്ച റോക്സ് സത്യം പറയൂ. അല്ല റോക്സേ? പറയും. അതാണ് സത്യം പറ. എങ്ങനെയുണ്ട് ചായ? കടുപ്പം, മധുരം എന്തെങ്കിലും കൂട്ടണോ കുറയ്ക്കണോ? മനസ്സിൽ എന്തുണ്ടെങ്കിലും ഉള്ളതുപോലെ പറഞ്ഞു. സത്യം പറഞ്ഞ എനിക്ക് ചായക്ക് ഇത്രയും മധുരം വേണ്ട. അതെങ്ങനെയാ? പായസം വെക്കണ മൈൻഡിലല്ലേ ചായ ഇടാൻ കയറുന്നേ. പിന്നെ മധുരം കൂടാണ്ടിരിക്കുവോ? ചേട്ടന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാ. കേട്ടല്ല, മധുരം കൂടുതലാ, കുറയ്ക്കണം കേട്ടോ. ഇനി വേറെ പ്രശ്നം പറ. വേറെ എനിക്ക് കുറച്ചും കൂടെ കടുപ്പം വേണം. അപ്പൊ ചായക്ക് കടുപ്പവും ഇല്ല, മധുരവും കൂടുതല്. മൊത്തത്തിൽ പറഞ്ഞ ഒരു പാലും വെള്ളം അല്ലേ? വെള്ളം ചായ. വെള്ളം ചായ. ലച്ചു ആന്റി സാരില്ല പോട്ടെ. എന്തായാലും ആന്റിയുടെ കയ്യിൽ നിന്ന് പോയി. ഇന്ന് ആന്റിയുടെ ദിവസം അല്ല. കഴിഞ്ഞ ആന്റി, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് അടുത്ത മാട്ടുപകല് പിടിക്കാം. പോരെ? ശിവാ നിങ്ങളുടെയൊക്കെ സംസാരം കേൾക്കുമ്പോഴേ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു. എന്റെ വീട്ടിൽ ഭയങ്കര സീരിയസാ. ഞാൻ തന്നെ. അതേപോലെ വീടും സീരിയസാ. മോനെ അതൊക്കെ മാറും. ഇപ്പൊ ചേച്ചി അവിടെ ഇല്ലല്ലോ, അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ. ദേ ഞാൻ ഉപദേശിക്കുവാണെന്നൊന്നും വിചാരിക്കല്ലേ. ഇനി ഇപ്പൊ അങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോൻ പഴയ കൂട്ടുകെട്ടൊക്കെ അങ്ങ് വിട്ടിട്ട് ഒരു ജോലിയൊക്കെ മേടിക്കണം. എന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. പിന്നെ കുറെ കഴിയുമ്പം ഒരു കല്യാണമൊക്കെ കഴിക്കണം. കല്യാണം കഴിച്ചാൽ കൊച്ചൊക്കെ വീട്ടിൽ വന്ന് കയറുമ്പം ഭയങ്കര സന്തോഷമായിരിക്കും. ദേ ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഈ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇത്രയും സന്തോഷമായിട്ടൊക്കെ പോന്നേ. കല്യാണക്കാരൊന്നും ഈ ജമ്മത്ത് നടക്കൂല. അതെന്താ? അത് എനിക്കൊക്കെ ആര് പെണ്ണേറെ. എന്റെ ഷിബു, നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇവൻ എന്റെ അനിയനായതുകൊണ്ട് പറയുമല്ല. ഇവനും ഒരു പെണ്ണ് സെറ്റായി, അതും 2 എണ്ണം. സോറി 4 എണ്ണം. പിന്നെ ഷിബുവിന്റെ അടുത്ത് ഇപ്പൊ കല്യാണം കഴിക്കാൻ പറഞ്ഞില്ലല്ലോ. ഒരു 5-6 കൊല്ലമൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിലൊക്കെ ആയിട്ട് മതി. അപ്പോഴേക്ക് ഈ ചീത്തപ്പേരൊക്കെ നാട്ടുകാരും വീട്ടുകാരൊക്കെ അങ്ങ് മറക്കും. ഇനി അഥവാ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ എന്റെ എല്ലാ കഥകളും തുറന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. അതാണ് സ്പിരിറ്റ്. എന്തായാലും പൊളിച്ചു റോക്സ്. അത് കറക്റ്റ് ആണ് കേട്ടാ. ഞാനും അതിനോട് 100% യോജിക്കുന്നു. നമ്മൾ ഒരിക്കലും ഈ കള്ളം പറഞ്ഞ് ആരുടെ മനസ്സിൽ ഇടിച്ചു കയറേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ കയറാൻ പാടില്ല. അതെ. അങ്ങനെ എങ്ങനെ ഇപ്പൊ മെർലിൻ ചേച്ചി ഇപ്പൊ ഇവിടെ വേണമായിരുന്നു. അലീനയും ഹരിതയും. ഇപ്പൊ ആരെങ്കിലും ഇതിന്റെ കാര്യം ചോദിച്ചാ അല്ല ഈ മെർലിനും അലീനയൊക്കെ ആരാ? വേണ്ട ചായ കുടി കുറച്ചായിട്ട് പറഞ്ഞുതരാം. വേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് കേട്ടാ, ഞാൻ പറഞ്ഞുതരാം. ചായ കുടി കേട്ടാ. ചിപ്സ് ഞാൻ കഴിച്ചോളാം. എല്ലാം എഴുതും. ചിപ്സ് അല്ല എടുക്കണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.